രാമചരിതത്തിൻ്റെ നാൾ വഴിയിലൂടെ പോവുകയാണെങ്കിൽ 1910 രാമചരിതം ഗുണ്ടർട്ട് കണ്ടെടുത്തു. 1917 രാമചരിതം പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിലെ 30 പടലം ഉള്ളൂരിൻ്റെ നേതൃത്വത്തിലെ പ്രസാധനം ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ. രാമചരിതം ആദ്യം വ്യാഖ്യാനിക്കാൻ ശ്രമം നടത്തിയത് ഉള്ളൂരാണ്. 30 പടലം 1925 82ഓളം പടലം മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ചു. 1936 തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ശ്രീ ചിത്രോദയ മഞ്ജരി ഭാഷാ വൃന്ദാവലി എന്ന ബുക്ക് സീരീസിലെ 4ാം നമ്പർ ബുക്കായി പൂർണ്ണമായി മുദ്രണം ചെയ്തു. രാമചരിതത്തിലെ പ്രക്ഷിപ്തമായി കാണപ്പെടുന്ന ഭാഗം 142 പടലം 8ാം പാട്ട് മുതൽ 155 പടലം 7ാം പാട്ട് വരെയാണ്. അത് ഏകദേശം 147 പാട്ടുകൾ. മലയാളത്തിൻ്റെ ചോസർ എന്നാണ് രാമചരിതകാരനെ ഉള്ളൂര് വിശേഷണം നൽകിയിട്ടുള്ളത്. അപ്പോൾ രാമചരിതത്തിന് അതിവിശുദ്ധമായ വ്യാഖ്യാനം നൽകിയത് പ്രൊഫസർ PV കൃഷ്ണൻ നായരാണ്. രാമചരിതത്തിൻ്റെ ചില കയ്യെഴുത്ത് പ്രതികൾ കാണുന്ന ഒരു അടയാളമാണ് കുണ്ടലം എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഇടുന്ന ഒരു അടയാളമാണ് കുണ്ടലം എന്ന് പറയുന്നത്. ഇപ്പോൾ